ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മുടെ പെസഹ വ്യാഴം കേട്ടോ. പെസഹ വ്യാഴത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മോളെ ആരാധനയ്ക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളെ വെള്ളമെടുപ്പൊക്കെ ഇട്ട് പള്ളിയിലേക്ക് വിടുകയാണ് കേട്ടോ. വെള്ളമെടുപ്പും ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എങ്ങനെ ഡ്രസ്സ് ചെയ്തോ അതുപോലെ വെള്ളമെടുപ്പും എല്ലാം നെറ്റൊക്കെ ഇട്ടു. അപ്പോൾ മോളെ പള്ളിയിലൊക്കെ കൊണ്ടുപോയി പള്ളിയിലത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം നമ്മൾ അപ്പം തയ്യാറാക്കാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പം പുളിപ്പില്ലാത്ത അപ്പം വേണം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ മാവ് ഒട്ടും പുളിക്കാൻ പാടില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളതിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷം കുടുംബനാഥനാണ് കേട്ടോ ഇത് മുറിക്കുക. ശരിക്കും തറവാട്ടിലൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ മൂത്ത കാർന്നവരായിരിക്കും ഇത് മുറിക്കുക. എന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ പ്രായത്തിനനുസരിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തറവാട്ടിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർക്കൊക്കെ വയ്യാതെ അസുഖമൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ അപ്പം മുറിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ അവിടെ തന്നെ മുറിക്കുകയാണ്. അപ്പോൾ പാല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റെഡിയായി. അപ്പോൾ 2 ടൈപ്പുള്ള അപ്പം ഉണ്ടാക്കും കേട്ടോ. ഒന്ന് കൽത്തപ്പം, കല്ലിൽ ചുട്ടെടുത്തപ്പവും പിന്നെ ആവിയിൽ വേവിച്ച പുഴുങ്ങിയ അപ്പവും കേട്ടോ. അപ്പോൾ ഇതാണ് കല്ലിൽ ചുട്ടെടുത്തപ്പം. അപ്പോൾ ഈ അപ്പം പാലിൽ മുക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. ചില പള്ളിയിലൊക്കെ അപ്പം മുറിച്ചിട്ട് അച്ഛൻ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. ഈ പാലിൽ കുറുക്കിയ പാലുണ്ടല്ലോ അതിൽ മുക്കിയിട്ട് കൊടുക്കും കേട്ടോ. നമ്മുടെ പള്ളിയിൽ അങ്ങനെയൊന്നുമില്ല. പകൽ മൊത്തം പള്ളിയിലെ ആരാധനയാണ്. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് രാത്രി മുറിക്കുക. അപ്പോൾ അപ്പമൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും എല്ലാ വർഷവും ഇത് ആചരിക്കും കേട്ടോ. നമ്മുടെ പാലൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ അപ്പം കൂടെ റെഡിയായി കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ പണി തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാം റെഡിയായി. അപ്പോൾ കുടുംബനാഥനാണ് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥനയൊക്കെ ചെയ്തതിന് ശേഷം മുറിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പെസഹ വ്യാഴം. അപ്പോൾ എല്ലാവർക്കും